Dear children, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അഥവാ ദ്രവബലങ്ങൾ. ജലത്തിന് ബലം പ്രയോഗിക്കാൻ കഴിയുമോ? ലെറ്റ്സ് ഡു an activity. Take a bucket half filled with water. ഒരു ബക്കറ്റിൽ പകുതി വെള്ളം നിറയ്ക്കുക. Place a plastic bottle on it. ഒരടച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ ജലോപരിതലത്തിൽ വെക്കുക. What do you observe? We observe that the bottle floats on water. ഇനി പതുക്കെ ഈ ബോട്ടിൽ ജലത്തിലേക്ക് താഴ്ത്തുക. Now immerse the bottle downwards. കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരുന്നില്ലേ? So we observe that we need to exert a force to immerse the bottle. Now release your hand. ഇനി കൈ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ what do you observe? The bottle floats on water. Now why did the bottle float on water? It is because the water exerts an upward force on the bottle. എന്തുകൊണ്ടാണ് ഈ ബോട്ടിൽ ഫ്ലോട്ട് ചെയ്തത്? നമ്മൾ ഈ ബോട്ടിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ താഴ്ത്തിയപ്പോൾ ബലം പ്രയോഗിക്കേണ്ടി വന്നില്ലേ? Why did we exert that force? It is because water exerts an upward force on the bottle. കാരണം ജലം ഈ ബോട്ടിലിലോട്ട് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തിനാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ buoyant force എന്ന് പറയുക. So what is buoyant force? When an object is partially or completely immersed in liquid, the liquid exerts an upward force and this force is called buoyant force. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് വെള്ളത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മുക്കാൻ ശ്രമിച്ചപ്പോൾ ഫോഴ്സ് നമ്മൾ ചെലുത്തേണ്ടി വന്നു. കാരണം വെള്ളം ഒരു ഫോഴ്സ് മുകളിലോട്ട് ഈ ബോട്ടിലിന്മേൽ കൊടുക്കുന്നു. And this force is called as buoyant force. So what is buoyant force? When an object is partially or completely immersed in a liquid, the liquid exerts an upward force and this force is called as buoyant force. അപ്പോൾ ഇത് വെള്ളത്തിന് മാത്രമല്ല ഈ പ്രത്യേകതയുള്ളത്. എല്ലാ ദ്രാവകങ്ങളും അല്ലെങ്കിൽ എല്ലാ ലിക്വിഡ്സും ഈ പ്രോപ്പർട്ടി കാണിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഗ്യാസസും ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്നു. So what are liquids and gases together called? They are called fluids. Liquids and gases are together called as fluids അല്ലെങ്കിൽ ദ്രവങ്ങൾ. അപ്പോൾ നമുക്ക് പറയാം when an object is partially or completely immersed in fluids, the fluids will exert an upward force called as buoyant force and this property is called as buoyancy. അപ്പോൾ ഈ ബലത്തിന് പറയുന്ന പേര് പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ ബലൂൺ പൊങ്ങി പറക്കുന്നത് കണ്ടിട്ടുണ്ട്. പാരച്യൂട്ട് താഴേക്ക് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എയ്റോപ്ലെയിൻസ് പറക്കുന്നതും കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ തൊട്ടി വെള്ളത്തിനടിയിലിരിക്കുന്ന അവസ്ഥയിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നതും നമുക്കറിയാം. These are all examples of buoyant force. Ships made of iron floats on water. This is because of buoyant force. How can you measure buoyancy? ഈ buoyancy നമുക്ക് അളക്കാൻ പറ്റുമോ? അതിനായി നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് എടുക്കുന്നു. വാട്ട് ഈസ് എ സ്പ്രിംഗ് ബാലൻസ്? ത്രാസല്ല, ഇറ്റ്സ് എ സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിനകത്ത് ആ വെയിറ്റുകൾ എഴുതിയിരിക്കുന്നത് റീഡിങ്സ് ആർ ഗിവൻ ഇൻ ഗ്രാംസ് ഓർ ന്യൂട്ടൺസ്. നമുക്ക് കാണാം സ്പ്രിംഗ് ബാലൻസിലുള്ള റീഡിങ്സ് ഗ്രാംസിലോ അല്ലെങ്കിൽ ന്യൂട്ടണിലോ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ഓബ്ജെക്ട്സ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കളുടെ ഭാരം കാണുന്നു. ഉദാഹരണമായി
നമ്മൾ ഒരേ വലിപ്പമുള്ള ഒരു മെറ്റൽ പീസും സ്റ്റോൺ പീസും എടുക്കുന്നു. ഒരു കല്ലും ഒരു ലോഹക്കഷ്ണവും ഒരേ വലിപ്പം അപ്രോക്സിമേറ്റ്ലി സെയിം സൈസ് ഉള്ളത് എടുക്കുന്നു. ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ് ഓഫ് ദ സ്റ്റോൺ. ആദ്യം കല്ലിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കുന്നു? കല്ലിൽ ഒരു നൂല് കെട്ടിയിട്ടിട്ട് ആ നൂല് കെട്ടിയിട്ട കല്ലിനെ ആ സ്പ്രിംഗ് ബാലൻസിന് താഴെ ഒരു ഹുക്ക് കാണാം, ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്തിലോട്ട് അത് ഹാങ് ചെയ്തിടുന്നു. അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് റീഡിങ് കാണിക്കും. നമുക്ക് കിട്ടുന്ന റീഡിങ് എന്താണ്? ദ വെയ്റ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ എയർ. വായുവിലുള്ള സ്റ്റോണിൻ്റെ വെയ്റ്റ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ മെറ്റൽ പീസിൻ്റെ വെയ്റ്റും ഇതേപോലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കണ്ടെത്തുന്നു. ഇനി ഇതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കല്ലിൻ്റെയും ഈ മെറ്റൽ പീസിൻ്റെയും വെയ്റ്റ് വെള്ളത്തിലുള്ളത് കണ്ടുപിടിക്കുന്നു. സോ our next step is we are going to find the weight of both the stone and the metal piece in water. So വെള്ളത്തിൽ ഇട്ടുകൊണ്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റോണിൻ്റെയും മെറ്റൽ പീസിൻ്റെയും വെയ്റ്റ് കണ്ടുപിടിക്കുന്നു. സോ വാട്ട് ഡു യു ഒബ്സർവ്? നമുക്കറിയാം വെയ്റ്റ് കുറയും. ദ വെയ്റ്റ് ഓഫ് ദ സ്റ്റോൺ and also the weight of the metal piece will naturally decrease. Now let's look on to the readings in the table. അപ്പോൾ നമ്മൾ ആദ്യമായി സ്റ്റോണിൻ്റെ വെയ്റ്റ് വായുവിലുള്ളത് യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റോണിൻ്റെ വെയ്റ്റ് ആണ് the weight in air is 50 gram weight. So what is the weight of the stone in air? It is 50 gram weight. ഇനി ഇതേ സ്റ്റോൺ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വെച്ച് നമ്മൾ റീഡിംഗ് എടുത്തു. ദേ റീഡിങ് കുറഞ്ഞു പോയി. ഇറ്റ് ഇസ് 40 gram weight. അപ്പോൾ എത്ര നഷ്ടം വന്നു? വെയ്റ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ എയർ മൈനസ് വെയ്റ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ വാട്ടർ ഇസ് 10 gram weight. So what is the loss in weight in water? It is 10 gram weight for the stone. ഇതേപോലെ തന്നെ നമ്മൾ മെറ്റൽ പീസിൻ്റെയും വെയ്റ്റ് ഓഫ് ദി മെറ്റൽ പീസ് ഇൻ എയർ ആൻഡ് ഓൾസോ ദ വെയ്റ്റ് ഓഫ് ദ മെറ്റൽ പീസ് ഇൻ വാട്ടർ രണ്ടും കണ്ടു. വെയ്റ്റ് ഓഫ് ദ മെറ്റൽ പീസ് എയറിൽ 75 gram weight ആണെങ്കിൽ വാട്ടറിൽ ഇറ്റ് ഇസ് 70 gram weight. Now what is the loss in weight? It is 5 gram weight. ശരിക്കും ഈ ലോസ് ഇൻ വെയ്റ്റ് ആണ് ബോയൻസി അല്ലെങ്കിൽ the force acting upwards, the force exerted by the water upwards. So what is buoyancy? ഇപ്പോൾ നമ്മളിവിടെ buoyancy measure ചെയ്തു. Buoyancy is the force that is exerted by the water or any liquid upwards, and that is nothing. It's only the weight of the object in air minus the weight of the object in water, which is equal to loss of weight in water. So how did you measure buoyancy? Buoyancy is equal to the difference in weight of the object, that is the weight of the object in air minus the weight of the object in water, that is equal to loss of weight of the object in water. വെള്ളത്തിൽ ഇരിക്കവേ അതിന് എത്ര നഷ്ടം വന്നു? വെള്ളത്തിലുള്ള വെയിറ്റ് അല്ല, ഇറ്റ് ഇസ് എ ലോസ് ഇൻ വെയിറ്റ്. ആക്ച്വലി ആ ലോസ് ഇൻ വെയിറ്റ് ആണ് നമ്മുടെ പ്ലവക്ഷമ ബലം. സോ ദാറ്റ് ബോയിന്റ് ഫോഴ്സ് വി ഹാവ് കാൽക്കുലേറ്റഡ് ഓർ ബോയൻസി ഈക്വൽസ് ലോസ് ഇൻ വെയിറ്റ് ഇൻ വാട്ടർ. മെറ്റൽ പീസും സ്റ്റോണും വെള്ളത്തിൽ മുക്കിയപ്പോൾ അതിൻ്റെ ഭാരം കുറഞ്ഞതായി കണ്ടു. എന്തുകൊണ്ടാകും ഈ വെയിറ്റ് ലോസ് ഉണ്ടായത്? 2 കാരണങ്ങളുണ്ട്. ഈ മെറ്റൽ പീസിലും ഈ സ്റ്റോണിലും
രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വൺ ഇസ് ദ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, താഴോട്ടുള്ള വെയിറ്റ് ആണ്. നമുക്കറിയാം ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലോട്ട് ആകർഷിക്കുന്നു. ആ ബലമാണ് ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ ഉണ്ട്, അത് ബോയിന്റ് ഫോഴ്സ് ആണ്. അപ്പോൾ കല്ലിനും ഈ മെറ്റൽ പീസിനും രണ്ട് ബലങ്ങൾ അനുഭവപ്പെടുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ദ വെയിറ്റ് ആൻഡ് സെക്കൻഡ് ഇസ് ദി ബോയിന്റ് ഫോഴ്സ്. സോ ബിക്കോസ് ഓഫ് ദീസ് ടു ഫാക്ടേഴ്സ് they experience loss in weight in water. Next is factors that influence buoyancy. ബോയൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് നോക്കാം. ഡെൻസിറ്റിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? 3 ബീക്കേഴ്സ് എടുക്കുക. ആദ്യത്തെ ബീക്കറിൽ കെറസിൻ, മണ്ണെണ്ണ. രണ്ടാമത്തെ ബീക്കറിൽ അതേ അളവിൽ തന്നെ ജലം. മൂന്നാമത്തെ ബീക്കറിൽ ഉപ്പുവെള്ളം, saline water. So we have 3 beakers. In the first beaker we have kerosene. The second beaker contains water and the third one has saline water in it. അപ്പോൾ 3 ബീക്കർ എടുത്തു. 3 ബീക്കറിലും ലിക്വിഡ്സ് ആണ്. ആദ്യത്തേത് ഏതാണ്? കെറസിൻ. രണ്ടാമത്തേത് ജലം. മൂന്നാമത്തേത് ഉപ്പുവെള്ളം. ഇനി we take a stone and weigh the stone. ഒരു സ്റ്റോൺ എടുത്തിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അതിൻ്റെ വെയിറ്റ് കണ്ടു. Let the weight be 120 gram weight. നമുക്ക് അതിൻ്റെ വെയിറ്റ് 120 ഗ്രാം വെയിറ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതേ സ്റ്റോൺ നമ്മൾ ഓരോ ലിക്വിഡിനകത്തും ഇമേഴ്സ് ചെയ്ത് വെയിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ എയർ? അത് 120 ഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ മണ്ണെണ്ണയിൽ ഈ സ്റ്റോൺ മുക്കി വെച്ചപ്പോൾ we got a reading that is 80 gram weight. മണ്ണെണ്ണയിൽ ഈ സ്റ്റോൺ 120 ഗ്രാം വെയിറ്റ് ഉള്ള സ്റ്റോൺ മുക്കിയപ്പോൾ കിട്ടിയ റീഡിംഗ് എത്രയാണ്? ഇറ്റ് ഇസ് 80 ഗ്രാം വെയിറ്റ്. ഇനി ഇതേ സ്റ്റോൺ തന്നെ സെക്കൻഡ് ബീക്കർ, അതായത് വെള്ളം ഇരിക്കുന്ന ബീക്കറിൽ ഇമേഴ്സ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ബീക്കറിൽ എന്താണ്? ജലമാണ്. അപ്പോൾ ഈ കല്ല് ജലത്തിൽ മുക്കിയപ്പോഴുള്ള റീഡിംഗ് നോക്കി, അപ്പോൾ 70 ഗ്രാം വെയിറ്റ് എന്ന് കണ്ടു. മൂന്നാമതേ സെയിം സ്റ്റോൺ 120 ഗ്രാം വെയിറ്റ് ഉള്ള അതേ സ്റ്റോൺ മൂന്നാമത്തെ ബീക്കറിൽ, അതായത് സലൈൻ വാട്ടർ ഇരിക്കുന്ന ബീക്കറിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ 60 ഗ്രാം വെയിറ്റ് എന്ന് കണ്ടു. നോക്കിക്കേ, സലൈൻ വാട്ടറിൽ മുക്കി വെച്ചപ്പോൾ സ്റ്റോണിൻ്റെ വെയിറ്റ് ഒത്തിരിയും കുറഞ്ഞു അല്ലേ? സോ എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്? ഡെൻസിറ്റി ഒരു ഘടകമാണ് അല്ലേ? വി നോ ദാറ്റ് വെള്ളത്തിനെക്കാട്ടിലും സാന്ദ്രത കുറവാണ് ആർക്ക്? മണ്ണെണ്ണയ്ക്ക്. ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഉപ്പുവെള്ളത്തിന്. അപ്പോൾ ഏത് ലിക്വിഡിനാണോ, ഏത് ദ്രാവകത്തിനാണോ ഇവിടെ സാന്ദ്രത കൂടിയത് അവിടെ ഭാരം കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഭാരം കുറഞ്ഞത്? കാരണം മുകളിലോട്ടൊരു ഫോഴ്സ്, ജലത്തിൽ നിന്നും ഒബ്ജക്റ്റിലോട്ട് വന്ന ബോയന്റ് ഫോഴ്സ് ഡെൻസിറ്റി കൂടിയ സലൈൻ വാട്ടറിൽ ഒത്തിരി കൂടുതലാണ്. നമുക്ക് തന്നെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒന്ന് പൊക്കുകയോ ഒരു സപ്പോർട്ട് തരുകയോ ചെയ്യുമ്പോൾ ആ ഭാരം കുറയുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ വെയിറ്റിനെ കുറച്ചു തരുന്ന ഒരു ഘടകമാണ് ബോയന്റ് ഫോഴ്സ്. അപ്പം മൂന്നാമത്തെ ബീക്കറിലിരിക്കുന്ന സലൈൻ വാട്ടറിനകത്ത് നമ്മൾ ആ സ്റ്റോൺ ഇമേഴ്സ് ചെയ്തപ്പോൾ, മുക്കി വെച്ചപ്പോൾ ഭാരം അങ്ങ് കുറഞ്ഞു. കാരണം സലൈൻ വാട്ടറിൻ്റെ ബോയൻസി കൂടുതലാണ്. കാര്യം ഈ 3 ലിക്വിഡ്സിനകത്തും സലൈൻ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. ആരോഹണ ക്രമത്തിൽ ഈ ഡെൻസിറ്റി എഴുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തെഴുതും? മണ്ണെണ്ണ,
വെള്ളം, ഉപ്പുവെള്ളം. അതുപോലെ അതിൻ്റെ ബോയിൻസിയും പോയി. മണ്ണെണ്ണ അതിനേക്കാൾ കൂടുതൽ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ബോയിൻസി, ഉപ്പുവെള്ളത്തിലും അതുകൊണ്ട് ഏറ്റവും കുറവ് വെയിറ്റ് അനുഭവപ്പെട്ടത്. ലോസ് ഇൻ വെയിറ്റ് ഏറ്റവും കൂടിയതും ഉപ്പുവെള്ളത്തിലും ആണ്. സോ we have come to the point that density influences buoyancy. So buoyancy influence ചെയ്യുന്ന ഒരു ഫാക്ടറാണ് density. Why did the stone and the metal piece lost its weight in water? It is because when the stone and the metal piece are in water, they are under two forces. One is the weight acting downwards, and the second force is the force exerted by the water upwards. So there are two forces acting on the objects. Which are they? ഈ രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് ആ വസ്തുവിൻ്റെ ഭാരം, പിന്നെ അതിനെതിരായി നമുക്കറിയാം ഭാരം താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതിനെതിരായി വരുന്ന ഫോഴ്സാണ് പ്ലവക്ഷമ ബലം or the force exerted by the water upwards. Now let's recall what we have learned. നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തു നോക്കാം. ആദ്യമായി നമ്മൾ പഠിച്ചത് buoyant force ആണ്. എന്താണ് buoyant force? When an object is partially or completely immersed in a liquid, the liquid exerts an upward force and that force is called as buoyant force അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ജലത്തിൽ മുങ്ങിയിരുന്നാൽ ജലം ആ വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം ഓർ buoyant force. പിന്നെ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് കണ്ടു അല്ലേ? വൈ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ? എന്തുകൊണ്ട്? പാരച്യൂട്ട് പതുക്കെ ലാൻഡ് ചെയ്യുന്നു. ഹൈഡ്രജൻ ബലൂൺ പൊങ്ങിപ്പറക്കുന്നത് എങ്ങനെ? ദീസ് ആർ ഓൾ ആപ്ലിക്കേഷൻസ് ഓഫ് buoyant force. പിന്നെ എങ്ങനെ ബോയൻസി അളക്കാമെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ബോയൻസി അളക്കാൻ സാധിക്കുന്നത്? ബോയൻസി ഈക്വൽസ് the weight of the object in air minus the weight of the object in water, that is equal to the loss of weight in water. So എത്ര വെയിറ്റ് ആണോ വെള്ളത്തിൽ നഷ്ടപ്പെട്ടത് അത്രയും വെയിറ്റ് ആണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി. പിന്നെ നമ്മൾ കണ്ടു ബോയൻസിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഇറ്റ് ഇസ് ഡെൻസിറ്റി. 3 ലിക്വിഡ്സിനകത്ത്, അതായത് കെറസിൻ മണ്ണെണ്ണ, വെള്ളം, അതുപോലെ തന്നെ ഉപ്പുവെള്ളം, ഈ 3 ബീക്കറിൽ നമ്മൾ ഒരേ സ്റ്റോൺ 120 ഗ്രാം വെയിറ്റ് ഉള്ള സ്റ്റോൺ മെഷർ ചെയ്തപ്പോൾ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെട്ടത് സലൈൻ വാട്ടറിലാണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് സലൈൻ വാട്ടറിനാണ്. So when you arrange them in the ascending order of density, we have got the kerosene with the least density, then comes water, and maximum density is for saline water, and hence the buoyancy of saline water is the maximum. അല്ലേ? ഡെൻസിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരുന്നു അതേ ക്രമത്തിൽ തന്നെയാണ് ബോയൻസി. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഡെൻസിറ്റി.